മന്ത്രിസ്ഥാനം നൽകാത്തതിനെ തുടർന്ന് ശിവസേന MLA പാർട്ടി വിട്ടിരിക്കുന്നു. നിരവധി നേതാക്കൾ തന്നോടൊപ്പം പാർട്ടി വിടാൻ ഒരുങ്ങുകയാണ് എന്ന് ഭണ്ഡാര MLA കൂടിയായിട്ടുള്ള നരേന്ദ്ര ഭോണ്ടേഗർ പറഞ്ഞിരിക്കുകയാണ്. 2019 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്രനായി നിന്നുകൊണ്ടാണ് ഭണ്ഡാര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥിയെ വൻ മാർജിനിൽ പരാജയപ്പെടുത്തിയത്. അദ്ദേഹം ഇത്തവണ ഷിൻഡെ വിവാദത്തോടൊപ്പം കൂടുകയും 32,000-ഓളം വോട്ടുകൾക്ക് കോൺഗ്രസ് സ്ഥാനാർത്ഥി പൂജ ഗണേഷിനെ പരാജയപ്പെടുത്തുകയും ചെയ്തിരുന്നു. അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം നൽകാം എന്ന ഉറപ്പിന്മേലായിരുന്നു ശിവസേനയിൽ സ്ഥാനാർത്ഥിയായത്. എന്നാൽ ഷിൻഡെ സമയത്ത് വാക്ക് പാലിച്ചില്ല എന്ന് മാത്രമല്ല, നിരവധി നേതാക്കൾ നിരാശരാണ് എന്നും ഭണ്ഡാരയിലെ ഈ MLA പറഞ്ഞിരിക്കുകയാണ്. നിരവധി നേതാക്കൾ പാർട്ടി വിടും എന്നും വളരെ വൈകാതെ തന്നെ അതിന് തിരിച്ചടി ഉണ്ടാകും എന്നും കൃത്യമായി തന്നെ നരേന്ദ്ര ഭണ്ഡേഗർ പറഞ്ഞിരിക്കുന്നു. നേരത്തെ അജിത് പവാറിന് 1000 കോടി രൂപ കള്ളപ്പണ കേസുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ED അതായത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടുകിട്ടിയിരുന്നു എന്നുള്ളത് വലിയ വാർത്തയായിരുന്നു. അത് തിരികെ നൽകിക്കൊണ്ട് അദ്ദേഹത്തിന് എല്ലാ രീതിയിലും ക്ലീൻ ചിറ്റ് നൽകാനാണ് ED തീരുമാനിച്ചത്. അത് വാസ്തവത്തിൽ BJPയുടെ കൂടെ ചേക്കേറിയതിന് ഫലമായി കൊടുത്തതാണ്. എന്നാൽ അജിത് പവാർ ഈ ക്ലീൻ ചിറ്റ് ലഭിച്ചത് മുതൽ അദ്ദേഹം BJPക്ക് കൃത്യമായൊരു പണി നൽകാൻ തീരുമാനിച്ചിരിക്കുന്നു. അതായത് BJPയുമായുള്ള സഖ്യം അവസാനിപ്പിക്കാൻ അജിത് പവാർ ഒരുങ്ങുകയാണ് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന വാർത്ത. നരേന്ദ്ര ഭോണ്ടേഗർ കൃത്യമായും ശിവസേനയിലെ തൊഴുത്തിൽ കുത്ത് അതിരൂക്ഷമാക്കും എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. MLA-മാരിൽ 20ഓളം പേർ അസംതൃപ്തരാണ്. അവർ തീർച്ചയായും ഷിൻഡെ ക്യാമ്പ് വിടും. അവർ കൃത്യമായും ഉദ്ധവ് ക്യാമ്പിലേക്ക് മാറാനുള്ള എല്ലാ താല്പര്യവുമുണ്ട്. ഈ തെരഞ്ഞെടുപ്പോടുകൂടി ഉദ്ധവ് ക്യാമ്പ് നിർജീവമായി എന്ന് പറഞ്ഞവർക്കുള്ള കൃത്യമായ മറുപടി കൂടി ആയിരിക്കും ഇത് എന്ന് തന്നെയാണ് നരേന്ദ്ര ഭോണ്ടേഗർ ഈ കാര്യത്തിലൂടെ വ്യക്തമാകുന്നത്. നിയമസഭയിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. കാരണം നരേന്ദ്ര ഭോണ്ടേഗർ പാർട്ടിയിൽ നിന്ന് മത്സരിച്ചതുകൊണ്ടാണ്. സ്വതന്ത്രനായിട്ടായിരുന്നെങ്കിൽ അതിന് സാധ്യതയില്ലായിരുന്നു. ഇത്തവണ അദ്ദേഹം ശിവസേനയുടെ ഔദ്യോഗിക ചിഹ്നം അതിൽ നിന്നുകൊണ്ട് മത്സരിച്ചത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് അയോഗ്യത ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ നേരിടേണ്ടി വന്നാൽ അത് മറികടക്കാൻ ഇനി ഒരു രാജി അത് മാത്രമേ നടക്കുകയുള്ളൂ. ബൈ ഇലക്ഷൻ ഉറപ്പായും മഹാരാഷ്ട്ര നിയമസഭയിൽ ഉണ്ടാകും എന്ന് വ്യക്തമാകുന്ന രാഷ്ട്രീയ സാഹചര്യത്തിലൂടെയാണ് കാര്യങ്ങൾ പോകുന്നത്.